സൂറത്ത് നൂറിലെ 12-ാമത്തെ ആയത്താണ് നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയ ഒരു ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് പൂർത്തിയാക്കിയത്. അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈമാനിൻ്റെ കാര്യത്തിൽ, ഈമാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് എന്നത് ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ എണ്ണിപ്പടിച്ചതാണ്. പക്ഷേ പലപ്പോഴും എന്താണ് ഈ ഖൈറ്, എന്താണ് ഈ ഷെറ്, നമ്മളെ ജീവിതത്തിൽ എങ്ങനെ അത് ബാധിക്കും, ദുനിയാവിൽ എങ്ങനെ, മരണത്തിന് ശേഷം ആഖിറത്തിൽ എങ്ങനെ, ഇതാണ് നമ്മൾ പഠിച്ചത്. മരിക്കുന്ന സമയത്ത് അഥവാ നമ്മുടെ ജീവിതം ഈ ലോകത്ത് അവസാനിക്കുമ്പോൾ നമ്മളെ ആത്മാവിനെ ഏറ്റെടുക്കാൻ വേണ്ടി, നമ്മളെ മരിപ്പിക്കാൻ വേണ്ടി മലക്കുകളോട് എനിക്ക് കിട്ടിയതെല്ലാം ഖൈറായിരുന്നു, എൻ്റെ റബ്ബ് എനിക്ക് ഇറക്കി തന്നതെല്ലാം ഖൈറായിരുന്നു എന്ന് പറയാൻ നമുക്ക് സാധ്യമാകുമോ? അള്ളാഹു ഖുർആനിൽ പറയുന്നു, മലക്കുകൾ ചോദിക്കും മരണസമയത്ത്. അത് എല്ലാവരോടുമുള്ള ചോദ്യമല്ല, മുത്തഖിയായ ആളുകളോടുള്ള ചോദ്യമാണ്. ആ സമയത്ത് എൻ്റെ റബ്ബ് എനിക്ക് ഇറക്കി തന്നത് ഖൈറായിരുന്നു എന്ന് പറയാൻ മാത്രമുള്ള ഈ വിഷയത്തിലുള്ള അറിവും വിവരവും ഈമാനും നമുക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്ന ക്ലാസ്സുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ വിശദീകരിച്ചു. ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അത് മറ്റൊന്നുമല്ല, പടച്ചോനെ എന്തൊക്കെ ഖൈറുകളുണ്ടോ ആ ഖൈറുകളൊന്നും എനിക്ക് നീ തടയരുത് പടച്ചോനെ. എന്തൊക്കെ ഖൈറുകളുണ്ടോ ആ ഖൈറുകളെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആ ഖൈറുകളിൽ താമസമില്ലാതെ, വൈകലില്ലാതെ ആ ഖൈറുകളെല്ലാം എനിക്ക് നീ നൽകണമേ. എന്നെ തേടി വരുന്ന ഒരു ഖൈറും എന്നിൽ നിന്ന് നീ തടയരുത് പടച്ചോനെ, അതെനിക്ക് നീ നൽകണമേ. എന്തൊക്കെ ഷെറുകളുണ്ടോ പരീക്ഷണമായി അള്ള വെച്ച ആ ഷെറുകളിൽ നിന്ന് എനിക്ക് നീ കാവലിനെ തരണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഖൈറ കുല്ലി ആജിലിഹി വ ആജിലി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രാർത്ഥനയാണ്. അതോടുകൂടിയാണ് നമ്മൾ ആ വിഷയം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാ അതുവരെയുള്ള ആ ക്ലാസ്സുകളിലെ ഖൈറും ഷെറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെ ഓർമ്മയിലേക്ക് വരണം. മരിക്കുന്നത് വരെ ഖൈറുകൾ ലഭിച്ച്, ഷെറുകളിൽ നിന്ന് കാവലിനെ ലഭിച്ച്, മരണത്തിന് ശേഷം ജീവിതം ഖൈറാക്കി മാറ്റാൻ നമ്മുടെ ഈ പഠനം, കഴിഞ്ഞ ക്ലാസ്സുകളിലുള്ള പഠനവും ഇരുത്തവും സമയവുമൊക്കെ അല്ലാഹു തആല ആ നിലക്ക് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു പരത്തിയ വിഷയമാണ് ഹദീസുൽ ഇഫ്കാണ് 11-ാമത്തെ ആയത്തിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ ആ വിഷയത്തെ എങ്ങനെയാണ് കാണേണ്ടത് എന്നതാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ ഇന്ന് അത് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും മത നേതാക്കന്മാരാണെങ്കിലും MLA-മാരാണെങ്കിലും MP-മാരാണെങ്കിലും ആരെപ്പറ്റിയും സത്യമെന്താണ് അസത്യമെന്താണ് എന്നതൊന്നുമല്ല ഞാൻ പറയുന്നത്. ആരെയും താറടിക്കാൻ, ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ, ഒരാളെ ജീവിതം താറുമാറാക്കാൻ പര്യാപ്തമാണ് ഇത്തരം ലൈംഗിക ആരോപണം എന്നത്. അത്തരം ആരോപണങ്ങൾ നമ്മളെ നാട്ടിലിങ്ങനെ വ്യാപകമായി നടക്കുമ്പോൾ അതിൻ്റെ അസത്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അത് വിശകലനം ചെയ്യാനും അത്തരം കാര്യങ്ങൾ ഏറ്റുപിടിക്കാനും അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും അതൊരു പക്ഷേ നമുക്കുള്ള ഒരു രാഷ്ട്രീയ
കാഴ്ചപ്പാടിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ എതിരാളിയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനും ഇനി അത് അനുകൂലിയാണെങ്കിൽ അത് ന്യായീകരിക്കാനും അതിനെപ്പറ്റി സംസാരിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അതീവമായ സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മൾ ചെലുത്തണം. ഒരിക്കലും അത്തരം കാര്യങ്ങൾ നിസ്സാരമായി കാണരുത്. ഇത്തരം വ്യഭിചാര ആരോപണങ്ങൾ, ഇത്തരം സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു കാര്യത്തെയും ലാഘവത്തോടെ കാണാൻ പാടില്ല. അത്തരമൊരു വിഷയം നമ്മളെ നാട്ടിൽ വരുമ്പോൾ, നമ്മുടെ കണ്ണിൽ വരുമ്പോൾ, നമ്മളെ ചുറ്റുപാടിലുണ്ടാകുമ്പോൾ, നമ്മുടെ മൊബൈലിലും നമ്മളെ കൈകളിലുള്ള മീഡിയകളിലുമൊക്കെ നമ്മളടുക്കൽ വരുമ്പോൾ ആ വിഷയത്തെ എങ്ങനെ കാണണം, സുബ്ഹി എങ്ങനെ നിസ്കരിക്കണം എന്നത് മാത്രമല്ല അറിയേണ്ടത്, സക്കാത്ത് എങ്ങനെ കൊടുക്കണം എന്ന് മാത്രമല്ല അറിയേണ്ടത്, ഹജ്ജ് എങ്ങനെ ചെയ്യണം എന്ന് മാത്രമല്ല അറിയേണ്ടത്, വിശ്വാസം എങ്ങനെ ക്രമീകരിക്കണം എന്നത് മാത്രമല്ല തിരിച്ചറിയേണ്ടത്. അതിൻ്റെ കൂടെ തിരിച്ചറിവുണ്ടാകേണ്ട ഒരു വിഷയമാണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം, നമ്മൾ എവിടെ നിൽക്കണം, നമ്മൾ അത് വല്ലതും പറഞ്ഞോ, അത് കുറേയൊക്കെ സത്യക്കാരം എന്ന് നമ്മൾ പറഞ്ഞോ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ന്യായീകരിക്കാൻ പോയോ, എന്താണ് നമ്മൾ അത്തരം വിഷയങ്ങളിൽ ഇട്ടെടുത്തിട്ടുള്ള നമ്മുടെ തീരുമാനം, നമ്മുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ നമുക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഈമാനിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ ഈമാനിനെ ബാധിക്കുന്ന ഒന്നും, രാഷ്ട്രീയവും ബാക്കിയുള്ള കാര്യങ്ങളും അധികാരവും സ്ഥാനമാനങ്ങളും, ഒരാളെ ഇകഴ്ത്തി കാണിക്കലും, ഒരാളെ ഒന്നും അല്ലാതാക്കലും, വേറൊരാളെ മുന്നിലേക്ക് കൊണ്ടുവരലും, അങ്ങനെ ഒരുപാട് രഹസ്യ അജണ്ടകളും പല ഗൂഢ തീരുമാനങ്ങളും പല അജണ്ടകളും ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിലൊന്നും നമ്മൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഈ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട്, രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ അതൊക്കെ ആവശ്യമാണ്, നന്മയിൽ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നന്മകളിലൊക്കെ സഹകരിക്കലും അതിലൊക്കെ ആവശ്യമാണ്. പക്ഷേ എവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈമാനിനെയും തഖ്വയെയും ബാധിക്കുന്ന വിഷയങ്ങൾ അത്തരം കാര്യങ്ങളിൽ വരുന്നുണ്ടോ എന്നതാണ്. അപ്പോൾ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചത് മാത്രം, നമ്മൾ പഠിക്കുന്ന വിഷയവും അതാണ്, നമ്മൾ പറഞ്ഞു വരുന്ന വിഷയവും അതാണ്. അത്തരം ആരോപണങ്ങളിൽ നമ്മളെടുത്ത നിലപാടെന്താണ്, നമ്മളതിന് വല്ലതും നമ്മളെ നാവ് കൊണ്ട് വല്ലതും പറഞ്ഞോ, നമ്മൾ എന്തെങ്കിലും ആ കാര്യം ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചോ, നമ്മൾ അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഫോണിൽ വിളിച്ചോ നേരിട്ട് വിളിച്ചോ നമ്മൾ പൊരുത്തപ്പെടിപ്പിച്ചിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാൻ്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. ഉള്ള കാര്യം തന്നെ ആയിക്കോട്ടെ, ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ, ഒരു നാട്ടിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ, അത് രാഷ്ട്രീയക്കാരായാലും ആരായാലും ശരി, അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ആ വിഷയത്തിൽ ഉണ്ടായോ, നമ്മൾ ചെയ്തിട്ടുണ്ടോ, നാളെ പരലോകത്തത് വരും. നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച അത് നമ്മൾ പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളത് എടുത്തു പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാഷ്ട്രീയമാവട്ടെ എതിർ പാർട്ടി ആവട്ടെ എന്താവട്ടെ, അത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് മറുപടി പറയേണ്ടി വരും റബ്ബിൻ്റെ മുന്നിൽ. ഇതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ വിഷയമാണ്, ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെ നിലപാടുകൾ കൃത്യമായിരിക്കണം. അതിനാണ് നമ്മൾ സൂറത്തു നൂർ, പ്രകാശം എന്നൊരധ്യായം, ആ പ്രകാശം കെട്ടുപോകരുത്, പ്രകാശത്തിന് കുറവ് സംഭവിക്കരുത്, ആ പ്രകാശത്തിൻ്റെ പ്രസരിപ്പിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ. ശരി, ഇനി നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ ഒരു നാട്ടിലുണ്ടാകുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം, അത് ഒരു അമുസ്ലിമാണെങ്കിൽ, ഒരു മുസ്ലിമാണെങ്കിൽ, ഒരു മുഅ്മിൻ, വിശിഷ്യ ഒരു മുഅ്മിനാണെങ്കിൽ, ഒരു മനുഷ്യനാണെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, ഒരു മുസ്ലിമും മുഅ്മിനുമാണെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, നമ്മളത് ഏറ്റെടുത്ത് പറയുകയാണോ വേണ്ടത്, അതല്ല അതിൻ്റെ കൂടി അതിനെ നമ്മൾ ന്യായീകരിച്ച് നിഷേധിച്ച് ആ വിഷയം അങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പെടുകയാണോ വേണ്ടത്? ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് അത് അനുകൂലമായിട്ടാണ് പ്രതികൂലമായിട്ടാണെങ്കിലും അത്തരം കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണോ വേണ്ടത്? ഒരു ചെവിയിൽ നിന്ന് വേറെ ചെവിയിലേക്ക് എത്തിക്കുകയാണോ വേണ്ടത്? ഇങ്ങനൊരു കാര്യം ഉണ്ടായാൽ അത് എവിടെയാണ് അത് ഒതുക്കേണ്ടത്, എവിടെയാണത് നിർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ നിലപാട്,
മുഅ്മിനായിട്ട് ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നിലപാട് എന്തായിരിക്കണം എന്ന് വ്യക്തമായി അള്ളാഹു പറയുന്ന ഒരു ചെറിയ ഒരു ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് കാണാതെ പഠിക്കണം. ആ ആയത്ത് എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം. ഈ ആയത്തിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അത് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ മാത്രമല്ല, വേറെ ഏത് വിഷയത്തിലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കേട്ടാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് വിചാരിക്കേണ്ടത് എന്നതാണ്. ഉദാത്തമായൊരു സ്വഭാവ ഗുണമാണ് പറയാൻ പോണത് ഈ ആയത്ത്. ഉത്തരം ഒരു കാര്യം നമ്മൾ കേട്ടാൽ, ഒരു വിശ്വാസം, ഇത് സാമ്പത്തികമാകാം, അല്ലെങ്കിൽ പിന്നെ ലൈംഗിക വിഷയങ്ങളാകാം, അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും കാര്യങ്ങളാകാം. എന്ത് തന്നെ നമ്മൾ കേട്ടാലും ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റിയിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അവനെപ്പറ്റി നമ്മളെ മനസ്സിൽ വിചാരിക്കേണ്ടത്, എന്ത് വിചാരിക്കാൻ പാടില്ല, അത്ര വളരെ ഗൗരവകരമായൊരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആയത്തിലേക്ക് കടക്കാം. എല്ലാവരും 12-ാമത്തെ ആയത്ത്. ആദ്യം നമുക്ക് ഈ ആയത്തിലെ പാരായണ നിയമങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ആദ്യം ആയത്തൊന്ന് കേൾക്കുക, എന്നിട്ട് അതിൻ്റെ നിയമങ്ങൾ പറയാം. إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. ശ്രദ്ധിക്കേണ്ടത്, ലൗല എന്നുള്ളിടത്ത് അവിടെ ലാമിൻ്റെ മേലൊരു മദ്ദുണ്ട്. അതവിടെ പാരായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മദ്ദാണ്. അത് ഒരു ലൗല എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കട്ടിയിൽ ഒന്ന് ശ്രദ്ധ കൊടുത്ത് ഉച്ചരിക്കുക എന്നുള്ളതാണ്. ലാമിൻ്റെ മേലെ ആയതുകൊണ്ട് അത് മണിക്കാൻ പാടില്ല, നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ലൗല എന്ന് നീട്ടാനാണ്. ലാ എന്നുള്ളത് നീട്ടണം, മദ്ദാണ്. അപ്പം അവിടെ മദ് കൊടുത്തിട്ട് തന്നെ ഓതണം. അല്പം പിന്നെ ഒരു 4 ഹർക്കത്തോ ഒരു 6 ഹർക്കത്തോ ഒക്കെ അവിടെ നീട്ടാൻ നമുക്ക് സാധിക്കണം. ഇത് ലൗല ഇത്. അപ്പോൾ ശരിക്കും ആ ദാലിൻ്റെ മേലെ പുള്ളിയാണ്, ദാലാണ്. ഇത് സമിഅ്തുമൂഹു ലന്നൽ മുഅ്മിനൂന. ആ ശ്രദ്ധയുള്ള നൂനാണ്, അത് ഉന്നത്ത് കൊടുക്കണം. ലന്നൽ മുഅ്മിനൂന. പിന്നെ വൽ മുഅ്മിനാതു ബി അൻഫുസിഹിം. ശ്രദ്ധിക്കണം മറ്റൊരു സ്ഥലം, അൻഫുസ്. ആ നൂന് പിന്നെ സാക്കിനാണ്, സുക്കൂനുള്ള നൂനാണ്. അപ്പം ശേഷം ഫ ആണ്. ഇഖ്ഫാഉം ബി ഗുന്ന നിയമം. ഇഖ്ഫാഉം ബി ഗുന്ന എന്ന് പറഞ്ഞാൽ ആ നൂനിനെ വ്യക്തമാക്കാതെ മണിക്കാൻ വേണ്ടത്. ബി അൻഫുസിഹിം. എങ്ങനെയാണ്? ബി അൻഫുസിഹിം. അൻ എന്ന് പറയരുത്, അൻ എന്ന് ഉച്ചാരണം വരരുത്. അൻ എന്ന് വരാതെ അവിടെ ആ നൂന് ഇഖ്ഫായ് ചെയ്ത് ആ സ്ഥാനത്ത് ഉന്നത്ത് കൊടുക്കുക. പിന്നെ ഖൈറൻ എന്ന തൻവീനിന് ശേഷം വാവാണ്.
വാവ് ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരമാണ്. എന്ന് പറഞ്ഞാൽ ഖൈറൻ എന്ന ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് അഥവാ ഇദ്ഗാമ് ചെയ്ത് ഉന്നത്ത് കൊടുക്കുക. ഇദ്ഗാമ് ചെയ്ത് ഉന്നത്ത് കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഖൈറൻ എന്ന് വരരുത്. അതായത് പിന്നെ തൻവീനിന് എപ്പോഴും എന്തുണ്ടാകും? ഒരു സാക്കിനായ നൂനിൻ്റെ ഉച്ചാരണം ഉണ്ടാവും അല്ലേ? തൻവീനിന് എപ്പോഴും സാക്കിനായ നൂനിൻ്റെ ഉച്ചാരണം ഉണ്ടാവും. അപ്പോൾ ഇവിടെ അത് വരാൻ പാടില്ല. ഖൈറൻ, ഖൈരിൻ, ഖൈറുൻ എന്നാ പറയാം. തൻവീനിടുമ്പോൾ ഖൈറൻ, ഖൈരിൻ, ഖൈറുൻ ഒരു സാക്കിനായ നൂനിൻ്റെ ഉച്ചാരണം വരും തൻവീൻമേൽ. പക്ഷെ ഇവിടെ അങ്ങനെ വരാൻ പാടില്ല. കാരണം എന്താണ്? വാവ് വന്നു. അപ്പോൾ ഖൈറവ, ഖൈറ, അപ്പോൾ ഒന്ന് ബാക്കി ഉണ്ടാവും. ഖൈറൻ എന്ന് പറയുമ്പോൾ 2 ഫത്ത് ഉണ്ട് അല്ലേ? ഖൈറ എന്ന് പറയുമ്പോൾ ഒരു ഫത്ത് ബാക്കിയുണ്ട്. അതിനെന്ത് ചെയ്യണം? വാവിലേക്കണ്ട് ചേർക്കുക. അതാണ് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ചേർക്കുക. ചേർത്തിട്ട് ഉന്നത്ത് കൊടുക്കണം. അപ്പം ബിഅൻഫുസിഹിം ഖൈറൻ വഖാലു, ഖൈറൻ വഖാലു കണ്ടാ? അങ്ങനെ തന്നെ ഓതണം. ഖൈറൻ എന്ന് വരാൻ പാടില്ല. പിന്നെ ഹാദ എന്നുള്ളിടത്ത് മദ്ദുണ്ട്. ആ മദ് നീട്ടണം. ഹാദ. പിന്നെ ഇഫ്കുൻ, ഇഫ്കുൻ എന്ന തൻവീന്, കേഫിൻ്റെ മേലെ തൻവീന്, അതിന് മീമാണ് ശേഷം. വാവും മീമും ഇദ്ഗാമിൻ്റെ അക്ഷരമാണ്. ഇദ്ഗാമും ബിഗുന്ന. അപ്പം ഇഫ്കുൻ, ഇഫ്കുൻ എന്ന് പറയരുത്. ഇഫ്കുൻ എന്ന സാക്കിന നൂൻ്റെ ഉച്ചാരണം വരരുത്. ഇഫ്കും മുബീൻ, ഹാദാ ഇഫ്കും മുബീൻ. ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യതകളിൽ ഒന്നാമത്തെ ബാധ്യത യത്ലൂന ഹക്ക തിലാവത്തി. ശ്രദ്ധിക്കണം. യത്ലൂന ഹക്ക തില, ഓതേണ്ട വിധം ഓതുക എന്നുള്ള ഖുർആനാണ്. ഓതേണ്ട വിധം ഓതുക. ഇതൊരിക്കലും നഷ്ടം പറ്റൂല. തിജാറത്തെല്ലാം തബൂർ എന്നാണ് അവസാനം. നഷ്ടം വരാത്ത കച്ചവടം എന്നാ. ഇപ്പം നമ്മളൊരു അരമണിക്കൂർ നേരം ഒരു ഓൺലൈൻ ബിസിനസ് നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാലമാണല്ലോ, വീട്ടിലിരുന്നും ആണും പെണ്ണൊക്കെ ബിസിനസ്സാണ്, എല്ലാവരും ബിസിനസ്സാണ്. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇപ്പം എല്ലാം ബിസിനസ്സുകാരായി മാറിയാണ്. ലോകത്ത് മൊത്തം ഒരു പെരിയിൽ ബിസിനസ് ചെയ്യാത്ത ഒരു 3-4 പെണ്ണുങ്ങളൊരു പെരി ഉണ്ടെങ്കിൽ ഒരു പെണ്ണെങ്കിലും ബിസിനസ് ചെയ്യുന്ന പെണ്ണാണ്. പല ടൈപ്പ് ബിസിനസ്സുകൾ വീട്ടിൽ ഇരുന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇപ്പം ഇന്ന് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണത്. അപ്പം സ്വാഭാവികമായിട്ടും ലാഭവും നഷ്ടമൊക്കെ വരും. എന്നാൽ ഖുർആന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ അതെന്താവൂല? അത് നഷ്ടം പറ്റൂല. നഷ്ടം പറ്റാത്ത കച്ചവടം എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതിൽ നിന്ന് മാറിയാലോ? ഇതിൽ നിന്ന് വിട്ടു നിന്നാലോ? ഇങ്ങനൊരു വേദി, ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്നൊരു വേദി. എങ്ങനെ? ഖുർആനുമായി നമുക്ക് ക്ഷമ മതി, വേറൊന്നും വേണ്ട. ഖുർആനുമായി അത് എങ്ങനെ ഓതണം അല്ലേ? ഇപ്പം ഖുർആനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പിന്നെ ഖുർആൻ്റെ പാരായണം മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളും ഓൺലൈനിൽ തന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരായണം മാത്രം. ഇപ്പോൾ നമ്മളൊരു ആയത്തെടുക്കുമ്പം അതിൻ്റെ തിലാവത്ത് പഠിക്കുന്നു, അതിൻ്റെ കൂടെ ആവർത്തിച്ചത് മനഃപ്പാഠമാക്കുന്നു. പല തവണ നമ്മൾ ഓതി മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുന്നു. മനഃപ്പാഠം ആകൽ എല്ലാവർക്കും നടക്കൂല. എന്നാലും ഒരു 10-30 ആളുണ്ടെങ്കിൽ ഒരു പകുതി ആൾക്കാർക്കെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? മനഃപ്പാഠമാക്കാൻ പറ്റും. അപ്പം ഒന്ന്, ഇതിൻ്റെ നിയമം അനുസരിച്ച് പഠിക്കുന്നു, തജ്വീദ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുന്നു. 2, അത് മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കുന്നു, പല തവണ ആയത്ത് ആവർത്തിക്കുന്നു. ഈ ആയത്തിലെ തന്നെ പ്രധാനപ്പെട്ട 5 ഖിറാഅത്തുകൾ നമ്മൾ കേൾക്കുന്നു. പിന്നെ തർത്തീലും തദ്വീറും ഹദറും അങ്ങനെ അടക്കമുള്ള പിന്നെ പ്രധാനപ്പെട്ട അതിൻ്റെ 5 ഖിറാഅത്തുകൾ നമ്മൾ കേൾക്കുന്നു. പിന്നെ അതിൻ്റെ ഫഹ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ വാക്കർത്ഥങ്ങൾ പഠിച്ച് അതിൻ്റെ ആശയം നമ്മൾ പഠിക്കുന്നു. പിന്നെ തഫ്സീറുൽ ഖുർആൻ, ഫഹ്മുൽ ഖുർആൻ കഴിഞ്ഞ തഫ്സീറുൽ ഖുർആൻ, ആ ഖുർആനിൻ്റെ ആയത്തിൻ്റെ അതിൻ്റെ എങ്ങനെയാണത് പരിഭാഷപ്പെടുത്തുന്നത്, അതിൻ്റെ വിശദീകരണം, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നു. പിന്നെ തദബ്ബുറുൽ ഖുർആൻ, ആ ഖുർആനിൻ്റെ ആയത്തിനെ നമ്മൾ ഖുർആനിൻ്റെ മറ്റായത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും എങ്ങനെയാണ് നമ്മൾ അതിനെ തദബ്ബുർ ചെയ്യണമെന്ന് പഠിക്കുന്നു. ഇതിനെല്ലാം കിട്ടുന്ന ഒരു അവസരമാണ് നമ്മുടെ ക്ലാസ്, നമ്മുടെ തദബ്ബുറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ. എല്ലാം ഉൾപ്പെട്ടിട്ട സംഭവമാണ്. ഇങ്ങനെ ഒരു അവസ്ഥ, ഒരു സാഹചര്യം, ഒരു സന്ദർഭം നമുക്ക് കിട്ടിയിട്ടും നമ്മൾ പെരി കിടന്നുറങ്ങിയാൽ, ഇങ്ങനെയുള്ള സംഗതി കിട്ടിയിട്ടും നമ്മളത് വേണ്ടാന്ന് വെച്ചാൽ
നമുക്ക് ആഴ്ചയിൽ ഒരു 35-40 മിനിറ്റ് സമയം അതിന് മാറ്റി വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി റബ്ബിൻ്റെ മുന്നിൽ നമ്മളെ സ്ഥാനം എവിടേക്കാരെന്ന്. ഇവിടല്ല സ്ഥാനവും പദവിയൊന്നും ഇവിടല്ല വേണ്ടത്. ഇവിടെ അതൊന്നുമില്ലെങ്കിലും നമ്മൾ ആരും അംഗീകരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇവിടെ ചിലപ്പം നമ്മളെ കുറ്റം മാത്രമേ ആൾക്കാർ പറയുക, നന്മ ആരും പറയില്ല. അതാളാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ എന്തുണ്ടാക്കിയാലും കുറ്റം, എന്ത് പറഞ്ഞാലും കുറ്റം, നമ്മളെ വാപ്പാനെയും ഉമ്മാനെയും നമ്മൾ എങ്ങനെ നോക്കിയാലും കുറ്റം, എങ്ങനെ വീട് നോക്കിയാലും കുറ്റം, എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയാലും കുറ്റം, നമ്മൾ എങ്ങനെ ജീവിച്ചാലും കുറ്റം, നമ്മൾ വീട്ടിലേക്ക് എന്ത് കൊണ്ടുപോയി കൊടുത്താലും കുറ്റം, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും പെര നോക്കാത്താന്നുള്ള പരാതി നമ്മളെപ്പറ്റി ഉണ്ടാവും. അങ്ങനെ ഈ ദുനിയാവിൽ ചിലപ്പോൾ നമ്മളെപ്പറ്റി നല്ല അഭിപ്രായമൊന്നും ഉണ്ടായിക്കോണമെന്നില്ല. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പരാതികളുടെ ലോകമാണ് ദുനിയാവ്, മനസ്സിലായില്ലേ? അതേ സമയത്ത് നമ്മൾ മരിച്ചാൽ ഒരാളുണ്ട് മരിച്ച് പിന്നെ അയാളെപ്പറ്റി നമ്മളെന്താ പറയുക? വർഫഅ ദറജതഹു ഫിൽ മഹ്ദി എന്നാ പറയുക, അല്ലേ? മരിക്കോളം കുറ്റം പറയും. മരിച്ചാൽ പിന്നെ നമ്മളെന്താ പറയണ്ടി? മരിച്ചാൽ പിന്നെ ആ മയ്യത്തിനെ നോക്കിയിട്ട് നമ്മൾ കുറ്റം പറഞ്ഞ വ്യക്തിയായിരിക്കും. നമ്മൾ കുറ്റം തന്നെ അയാളെ പറ്റി പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മളായിരിക്കും കണ്ണടക്കണതും താട കെട്ടണതും കാല് നമ്മൾ കൂട്ടിക്കെട്ടണതും നേരെ കെടുത്തുന്നതും ഡ്രസ്സ് ഊരി മാറ്റുന്നതും വേറൊരു കട്ടുമ്മ കിടത്തുന്നതും വേറെ പുതപ്പിക്കണതും ഒക്കെ നമ്മളെ ഇക്കാരം, അല്ലേ? അതുവരെ കുറ്റം പറഞ്ഞ ആളാണെങ്കിൽ പോലും നമ്മൾ അപ്പം പറയേണ്ടത് എന്താണ്? അല്ലാഹു മുഗ്ഫിർ ലഹു വറഹ്മു വർഫഅ ദറജതഹു, ദറജ ഉയർത്തി കൊടുക്കുന്ന, അല്ലേ? അപ്പം നമ്മളെ സ്ഥാനം ഖുർആൻ പഠിക്കാത്ത ഇങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താത്ത ഒരാളാണെങ്കിൽ നമ്മളെ സ്ഥാനം അള്ളാഹിനടുക്കൽ എവിടെയായിരിക്കും നമ്മൾ ചിന്തിക്കുക. അവിടെ ചിന്തിച്ചാൽ മതി. ദുനിയാവിൽ നമ്മൾ ചിന്തിക്കേ വേണ്ട. പരലോകത്ത് നമ്മളെ സ്ഥാനം പദവി എവിടെ ആയിരിക്കും എന്ന് നമ്മളെപ്പോഴും ആലോചിക്കണം, എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. ഇത് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സമയം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇത് കിട്ടും, നമ്മളെ ഖബറിലേക്ക് വെളിച്ചമായിരിക്കും ഈ സമയം. ഈ ഇരുത്തം, ഈ ഊത്ത്, ഈ പാരായണം, ഈ ആവർത്തിച്ചുള്ള പാരായണം, കാണാതെ പഠിക്കാനുള്ള ശ്രമം, അള്ളാഹിൻ്റെ കലാമ് ഊത്ത് നന്നാക്കാനുള്ള ശ്രമം, നമ്മളെ വീട് നന്നാക്കാനും ഭക്ഷണം ഉണ്ടാക്കുന്നത് നന്നാക്കാനും ഡ്രസ്സ് നന്നാക്കാനും മേക്കപ്പ് നന്നാക്കാനും ഒന്നുള്ള ശ്രമമല്ലല്ലോ. ഇത് അള്ളാഹിൻ്റെ കലാമ് നന്നാക്കാനുള്ള ശ്രമം. ഈ ശ്രമം ഒരിക്കലും അള്ളാഹ് കാണാതെ പോവില്ല. അത് നമുക്ക് കിട്ടുതന്നെ ചെയ്യും. മരണത്തിൻ്റെ സമയത്ത് മരണത്തിൻ്റെ ശേഷം കിട്ടുതന്നെ ചെയ്യും. എന്നാൽ ഇത് അവഗണിച്ച് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച് നിയമത്തൊക്കെ അനുഭവിച്ചിട്ട് ഇത് അവഗണിച്ചാൽ റബ്ബ് വെറുതെ വിടൂല്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ഒരു അവസരമാണ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് 1-2 തവണ കൂടി ഓതുക എല്ലാവരും. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. ഈ ആയത്ത് നമ്മളിതിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നത് ഇത് മനപ്പാടാകാൻ തന്നെയാണ്. കാരണം ഇതിൻ്റെ അർത്ഥം കൂടി പഠിക്കുമ്പോൾ ഈ ആയത്ത് നമുക്ക് കൈമാറ്റം ചെയ്യാനുള്ള ആയത്താണെന്ന് ബോധ്യപ്പെടും. കൈമാറ്റം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൽ വെച്ച് പലരിലേക്കും ഇതിങ്ങനെ
പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ഈ ആശയം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് നമുക്ക് വരും. അപ്പോൾ ആ സമയത്ത് ആശയം പറയുന്നതിൻ്റെ കൂടെ ആയത്തും കൂടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, കാരണം ഇതൊരു ചോദ്യമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ഒരു അധ്യാപകൻ ഈ ആയത്ത് തുടങ്ങണതിനെ ലൗല എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു ചോദ്യമാണ്. ഞാൻ അർത്ഥത്തിലേക്ക് കടക്കണില്ല, ശ്രദ്ധിക്കുക. ചോദ്യമാണ്. ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു തെറ്റ്, ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തു. അപ്പം നമ്മളോട് നമ്മളെ ഉമ്മ ചോദിക്കും. എങ്ങനെ ഉമ്മ ചോദിക്കുക? എങ്ങനെ ആയിരിക്കും ഉമ്മ ചോദിക്കുക? സ്നേഹത്തോടെ ചോദിക്കും, അല്ലേ? ആ സ്നേഹത്തോടെയുള്ള ചോദ്യത്തിൽ ഒരു ശാസന ഉണ്ടാകും, അല്ലേ? സ്നേഹത്തോടെയുള്ള ചോദ്യത്തിൽ, അല്ലെങ്കിൽ വാപ്പ ചോദിക്കുകയാണ്, ആ ചോദ്യത്തിൽ ഒരു ശാസന ഉണ്ടാകും. റഹ്മാനായ റബ്ബ്, നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന റഹ്മാനായ റബ്ബ് നമ്മുടെ അടുക്കൽ വന്നിട്ടുള്ള ഒരു തെറ്റ്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ചെറിയൊരു പോരായ്മയെ ഒരു ചോദ്യത്തോടെ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല, എന്തുകൊണ്ട് നീ ചെയ്തില്ല, എന്തുകൊണ്ട് നീ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്ന ആ ശൈലിയിലുള്ളൊരു ചോദ്യമാണ് ഈ ആയത്ത്. അപ്പോൾ ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ പലപ്പോഴും ഇത് നമുക്ക് മറ്റ് പലരോടും ചോദിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ ശ്രദ്ധിക്കണേ, കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്ത്, ഖുർആനിലെ ഓരോ ആയത്തുകൾക്കും ഓരോ പ്രത്യേകത ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്ത് നമ്മളെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ആയത്തായിരുന്നു. ഒരുപാട് തിയറികൾ നമ്മളെ പഠിപ്പിച്ചു, നമ്മളൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ, വരാൻ പോകുന്ന ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ മറ്റ് പലരോടും ഈ ചോദിച്ച ചോദ്യം നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ടാകും, നമ്മളോട് ഇങ്ങോട്ടും ചോദിക്കാനുണ്ടാകും. അങ്ങനത്തെ ഒരു ചോദ്യമാണ്. അതാണ് ഈ ആയത്തിൻ്റെ പ്രത്യേകത, ലൗല എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നമുക്കിപ്പോൾ നമുക്ക് ചോദിക്കാൻ, നാട്ടുകാരോട് ഇപ്പം നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് ചോദിക്കൽ ആരോടാ? സ്വന്തം വീട്ടുകാരോട്, അല്ലേ? മക്കളോട്. നമുക്ക് ചോദിക്കാൻ അധികാരമുള്ള ആൾക്കാരോട് ചോദിക്കേണ്ടി വരും പലപ്പോഴും. കാരണം എന്താ അറിയോ? ഇതൊരു വിചാരമാണ് ഈ ആയത്ത്. ഒരാളെപ്പറ്റി നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിചാരം. ഇപ്പം നിങ്ങൾ ഈ ഇരിക്കണ മൊത്തം, ഇപ്പോൾ സ്ത്രീകൾ, ഇന്ന് കുറേ സ്ത്രീകളെ പുറത്തുണ്ട്, അൽഹംദുലില്ലാ, കുറേ പുരുഷന്മാർ പുറത്തുണ്ട്. അപ്പം നിങ്ങൾ പിന്നെ ഈ ഇരിക്കുന്ന ഒരു 10-30 ആളുണ്ടെന്ന് കൂട്ടിക്കോളി. ഈ കൂട്ടത്തിലിരിക്കുന്ന ഓരോ ആളുകളുടെയും മനസ്സിൽ ഓരോരുത്തരെ സംബന്ധിച്ചുമുള്ള തന്നെ, ഈ ആയത്തിൽ തന്നെ എന്നുള്ളൊരു വാക്ക് വരുന്നുണ്ട്. അത് എന്താണ്? അത് വിചാരമാണ്, ഒരു ധാരണയാണ്, വിചാരമാണ്. നമ്മളെ മനസ്സിൽ എന്താണുള്ളത്? എന്നെ കൂടാതെ ബാക്കിയുള്ളവരെ പറ്റി, ഓരോരുത്തരെ പറ്റിയും എൻ്റെ മനസ്സിലുള്ള വിചാരം എന്ത്? എൻ്റെ ജേട്ടനെ പറ്റി, എൻ്റെ അനുജനെ പറ്റി, എൻ്റെ പെങ്ങന്മാരെ പറ്റി, എൻ്റെ വാപ്പാനെ പറ്റി, ഉമ്മാനെ പറ്റി, എൻ്റെ അയൽവക്കക്കാരെ പറ്റി, എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തർ ആൾക്കാരെ പറ്റിയും എൻ്റെ മനസ്സിലുള്ള വിചാരം എന്താണ്? ഇത് വലിയൊരു വിഷയമായിട്ടാണ്. കാരണം വിചാരം എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഞാനൊരു തെറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു കേട്ടോ, തെറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു, ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ കുറ്റക്കാരനാണോ? അല്ലേ? അല്ല. ഉറപ്പല്ലേ? അല്ല. എന്നാൽ ഞാൻ ഒരാളെപ്പറ്റി ഒരു മോശം വിചാരം എൻ്റെ മനസ്സിൽ വിചാരിച്ചാൽ ഞാൻ കുറ്റക്കാരനാണ്. മനസ്സിലായോ പറഞ്ഞത്? എങ്ങനെ? ഞാൻ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു, ഒരു തിന്മ ചെയ്യാൻ വേണ്ടി മോഷ്ടിക്കണം, കക്കണം, അല്ലെങ്കിൽ പിന്നെ വ്യഭിചരിക്കണം, അല്ലെങ്കിൽ കള്ളുടിക്കണം, ഒരു തിന്മ, ഒരു തെറ്റ് ഞാൻ വിചാരിച്ചു ചെയ്യാൻ, പക്ഷെ ചെയ്തിട്ടില്ല. ആ വിചാരിച്ചത് കൊണ്ട് ഞാൻ കുറ്റക്കാരനാവില്ല, ചെയ്താലേ കുറ്റക്കാരനാവുള്ളൂ. എന്നാൽ ഒരാളെപ്പറ്റി എൻ്റെ മനസ്സിൽ തെറ്റായ ഒരു വിചാരം ഞാൻ വെച്ചാൽ ഞാൻ ആരാവും? കുറ്റക്കാരനാവും. ഇത് വേർതിരിച്ച് മനസ്സിലാക്കണം ഈ ആയത്തിൻ്റെ ആശയം. അപ്പം ഞാൻ എൻ്റെ അനുജനെ പറ്റിയിട്ട് ഇങ്ങനെ എപ്പോഴും ഒരു തെറ്റായ ധാരണ വെച്ച് പുലർത്തുകയാണ്, അല്ലെങ്കിൽ പെങ്ങന്മാരെ പറ്റിയിട്ട് സ്നേഹവും സന്തോഷം ചിരിയും കളിയൊക്കെ ഉണ്ട്, പക്ഷെ ഓനെ പറ്റി ഉള്ളിൽ എനിക്കൊരു ഇതില്ല. പെങ്ങളെപ്പറ്റി ഒരു എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകാം, അല്ല സ്വത്തോ മുതലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകാം, എന്താണ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞതോ
അല്ലെങ്കിൽ നമ്മളെപ്പറ്റി എന്തെങ്കിലും ഇല്ലാത്തത് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമാകാം, എന്താവട്ടെ, എൻ്റെ ഉള്ളിൽ വേറെ ഒരാളെപ്പറ്റി മോശമായ, അത് മുഅ്മിനായൊരു മനുഷ്യനാണെങ്കിൽ, മുഅ്മിനത്തായൊരു പെണ്ണാണെങ്കിൽ, അവരെപ്പറ്റി അങ്ങനൊരു വിചാരം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ വിചാരം എടുത്തൊഴിവാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? വിചാരം എടുത്ത് ഒഴിവാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ വിഷയം എന്താണോ അതെന്ത് ചെയ്യണം? ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാവാം, അത് പറഞ്ഞ് തീർക്കണം ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യണം? കാരണം എന്താണെന്ന് വെച്ചാൽ റബ്ബന ലാ തജ്അൽ ഖുലൂബന ഫീ ഇല്ലല്ലദീന, നമ്മൾ ഉള്ളിൽ പക വെച്ച് നടക്കും, വിരോധം വെച്ച് നടക്കും, തെറ്റായ ധാരണ വെച്ച് പുലർത്തും. അങ്ങനെ നടക്കണം. ആ നടത്തത്തിനിടയിൽ നമ്മൾ മരിക്കണത്. ആ മരണം ഒരു സഹോദരനെ പറ്റി തെറ്റായ വിചാരം വെച്ചിട്ട് മരിച്ചു പോയാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ അയൽവാസിയായ ഒരു പെണ്ണിനെ പറ്റി അങ്ങനെ ഒരു വിചാരം നമ്മളെ ഉള്ളിലുണ്ട്, അത് വെച്ച് നമ്മൾ മരിച്ചു പോയാൽ എന്തായിരിക്കും? ഓള് നമ്മളെ എന്തോ ഒരു അത് ഓളായിരിക്കും എന്നൊരു ധാരണ നമ്മളെ ഉള്ളിൽ. അതുകൊണ്ട് ഓളോടൊരു അകൽച്ച ഉണ്ട്. ഇതൊക്കെ കാണുമ്പോഴൊക്കെ ചിരിക്കും, പക്ഷേ അയൽവാസി പെണ്ണായിട്ട് ബന്ധമൊന്നുമില്ല. കാരണം അത് ഓളെ പറ്റിയൊരു മോശമായ ധാരണ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആ ധാരണയോടുകൂടി നമ്മൾ ജീവിച്ച് മരിച്ചു പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇത് ഒരു നമ്മളെ കൈ കൊണ്ടോ നമ്മൾ ആരോഗ്യം കൊണ്ടോ നമ്മൾ ഒരാളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ഒരു ഉപദ്രവവും ചെയ്യണില്ല, പക്ഷെ ഉള്ളിൽ അവളോടൊരു വെറുപ്പ്, അവളെ ഉള്ളിൽ മോശമായിട്ടൊരു വിചാരം നമ്മളെ ഉള്ളിലുള്ളത്. അതുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ആരെ പറ്റിയാണെങ്കിലും, അവനവൻ്റെ വീട്ടുകാരെ പറ്റിയാണെങ്കിലും, സ്വന്തം രക്തബന്ധുക്കളെ പറ്റിയാണെങ്കിലും, അയൽപക്കത്തെ പറ്റിയാണെങ്കിലും, ആരെ പറ്റിയാണെങ്കിലും അങ്ങനെ ഉണ്ടോ അത് നീക്കണം. ഇതെല്ലാം കൂടിയുള്ള ഹൃദയത്തേക്ക് ഈമാൻ കയറൂല. ഈ സംഗതി വെച്ച് നടക്കുന്ന ഹൃദയത്തിലേക്ക് ഈമാൻ കയറൂല. നമുക്ക് ആവശ്യം വേറൊരാളെപ്പറ്റി തെറ്റാതെ വിചാരിക്കലല്ല ആവശ്യം, നമുക്ക് ഉള്ളിലേക്ക് ഈമാൻ കയറലാണ് ആവശ്യം. ഈമാൻ ഉണ്ടാവണം. ഇതുള്ള മനസ്സിലേക്ക് ഈമാൻ പുറത്ത് നിൽക്കും. ഈമാൻ പുറത്ത് നിൽക്കുന്ന അവസ്ഥ നമ്മൾ മരിച്ചാൽ മുഅ്മിനാണോ? ഈമാൻ ഹൃദയത്തേക്ക് കടക്കേണ്ടല്ല. യദ്ഖുലുൽ ഈമാൻ ഫീ ഖുലൂബിഹിം, ഹൃദയത്തേക്ക് കടക്കേണ്ടതാണ് ഈമാന്. ആ ഈമാൻ ഹൃദയത്തിൽ ഈ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഈമാൻ അവിടെ പുറത്ത് നിൽക്കും. ആ ഒരവസ്ഥയിൽ നമ്മൾ മരിച്ചാലോ? അതുകൊണ്ടാണ് അള്ളാഹു ഈ ഗൗരവമുള്ള കാര്യം ഈ രൂപത്തിൽ നമ്മളോട് ചോദിക്കണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് നന്നായിട്ട് പഠിക്കേണ്ട വിഷയമാണ്. ഇത് ഞാൻ ഇൻഷാ അല്ലാഹ് മറ്റ് ആയത്തുകൾ കൊണ്ട് തദബ്ബുർ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കും, ഏതൊക്കെ രൂപത്തിൽ ബാധിക്കുമെന്ന് അത് ഈ സൂറത്ത് നൂറിലെ ഓരോ ആയത്തും പ്രകാശമാണ്, നമ്മൾ ഹൃദയത്തിലേക്ക് നൽകുന്ന പ്രകാശം. ഇതില്ലെങ്കിൽ നമ്മളെ ഈ മനസ്സ് ഇരുട്ടടയും. ഇത് കൂടുതലും സ്ത്രീ സമൂഹത്തിനാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂല് നിർബന്ധമായും നിങ്ങൾ സൂറത്ത് നൂർ സ്ത്രീകളെ പഠിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണത. ഇത് വെറുതെ പറഞ്ഞതല്ല, ഇതിലെ ഓരോ ആയത്തും. ഇതെന്താ പ്രശ്നം എന്നറിയങ്ങൾ? ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്ക് ബാധിക്കുന്നൊരു വിഷയം സ്വാഭാവികമായി നമ്മളെ ബാധിക്കും, ഒരു പുരുഷനെ ബാധിക്കും. ഒരു പുരുഷനുള്ളത് സ്ത്രീക്ക് കൊടുക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഒരു സ്ത്രീയിലുള്ളത് പുരുഷനിലേക്കാണ് വരിക. ഇത് ഞാൻ പറഞ്ഞതല്ല, ആണിനും പെണ്ണിനും പടച്ച അള്ളാഹ് പറഞ്ഞതാ. നിങ്ങൾ അവരിലേക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് സംതൃപ്തി കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചായാൻ കഴിയില്ല, അവരിങ്ങോട്ടേ ചായുള്ളൂ. ഒരു പെണ്ണിൽ നിന്ന് ആണിലേക്കാണ്. ഒരു പെണ്ണിൻ്റെ സ്വഭാവം നമ്മളല്ല, കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഓളെ നന്നാക്കാമെന്നറിയും. എങ്ങനെ? കല്യാണം സംഗതി നല്ല ചുരുക്കുള്ള പെണ്ണാണ്, പക്ഷേ സ്വഭാവം കാര്യമൊക്കെ മോശമാണ്, പിന്നെ ഷിർക്കും കുഫറും ബിദഅത്തൊക്കെ ഉണ്ട്, സംഗതി ഖുറാഫാത്താണ്. പക്ഷേ ഇവന് നമ്മളെ മോന് ആ പെണ്ണിനെ പിന്നാലെ നടന്ന് ഓളെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ ഓളല്ലാതെ കെട്ടൂല, വാശി പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്? മാനക്കേടാണ്. അവ പെണ്ണല്ലേ, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നന്നാക്കാം, നമുക്ക് പള്ളിക്കൊക്കെ കൊണ്ടുപോകാം, സാധിച്ചോളന്നില്ല. മനസ്സിലായില്ലേ? എന്താ ഉണ്ടാകാന്ന് അറിയങ്ങൾ? ഇവന് എന്ത് ചെയ്യും? ഓളെ അങ്ങോട്ട് പോകാനാണ് സാധ്യത. അപൂർവം ഉണ്ടാവും, അപൂർവങ്ങളിൽ അപൂർവം ഉണ്ടാവും. കൂടുതലും സാധ്യത ഏതാണ്? ഇത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാ. ആണ് എങ്ങോട്ട് പോകും? ഓൻ പള്ളിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓൻ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ പള്ളിക്കൊക്കെ വരില്ല, ഒന്നും ഉണ്ടാവില്ല, അങ്ങോട്ട് പോകും. പെണ്ണിലേക്ക് അങ്ങോട്ട് പോകാനാണ് സാധ്യത, അങ്ങോട്ട് പോകാനല്ല. അതുകൊണ്ടാണ് പെണ്ണുങ്ങളിത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് സൂറത്തുൻ നൂർ. അള്ളാഹിൻ്റെ റസൂൽ പറയാനുള്ള കാരണത സ്ത്രീകൾക്ക്. കാരണം ഈ പ്രകാശം അവർക്ക് കിട്ടിയാൽ അത് പതുക്കെ നമുക്കും കിട്ടും. നമുക്ക് കിട്ടിയ പ്രകാശം അങ്ങോട്ട് കൊടുക്കൽ കുറച്ച് പണിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്?
ഒറ്റക്കാര്യം. ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾ ഇവിടെ അവരെ ഭാര്യമാരില്ലെങ്കിൽ, പെണ്ണുങ്ങളെ കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ വിളിക്കലുണ്ട്, ഓള് വരണില്ല എന്നാണ് പറയുക. അതേ സമയത്ത് ഇവിടെ ഒരു പെണ്ണ് വരുന്നുണ്ട്, ആൾ ഇവിടെ ഇല്ലെങ്കിൽ ആ പെണ്ണിന് ഒരു പക്ഷേ ആണിനെ കൊണ്ടുവരാൻ കഴിയും. ആ സമയത്ത് ആണിനെ ചിലപ്പോൾ പെണ്ണിനെ കൊണ്ടുവരാൻ കഴിഞ്ഞോളന്നില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ സൂറത്ത് നൂർ ഈ പ്രകാശം സ്ത്രീകൾക്ക് കിട്ടിയാൽ അത് നമുക്ക് നമ്മളെ മക്കൾക്കൊക്കെ പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് അത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വെളിച്ചവും പ്രകാശം ഏറെയും കിട്ടേണ്ടത് ആർക്കാണ്? സ്ത്രീകൾക്കാണ്. ശരി, അപ്പോൾ ഈ ആയത്തിൽ ഇനി ഇതിൻ്റെ ഞാൻ ആവർത്തിക്കുന്നില്ല, ഇനി ഇതിൻ്റെ വെറൈറ്റി ഖിറാഅത്തുകൾ കേൾക്കാനുണ്ട്. ഈ ആയത്തിൻ്റെ ഇതൊന്നും കൂടി മനഃപ്പാടമാക്കാനുണ്ട്. എന്നിട്ട് അതിൻ്റെ വാക്കർത്ഥങ്ങളിലേക്കും വിശദീകരണത്തിലേക്കും കടക്കാണ്ട് ഇൻഷാ അല്ലാ അത് ഇപ്പോൾ നമ്മൾ സമയമായി. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ഖുർആനിൻ്റെ വെളിച്ചത്തിലേക്ക് നീങ്ങാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുന്നതും പഠിച്ചതും ആവർത്തിച്ച് കേട്ടതും ഖുർആൻ ആവർത്തിച്ച് ഓതിയതുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കും നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ വീട്ടിനും മക്കൾക്കുമെല്ലാം അള്ളാഹു ഇതിൽ പ്രകാശമാക്കി തീർക്കട്ടെ. എല്ലാവിധ അന്ധകാരങ്ങളിലും അള്ളാഹു നമുക്കെല്ലാവർക്കും മോചനം പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അറിവിന് കിട്ടുന്ന ഏതൊരു സന്ദർഭവും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. 2 കാര്യം കൂടി പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നാളെ മഗ്‌രിബിന് ശേഷം നമ്മളെ താനൂർ സെൻറ്ററിൽ ഒരു ക്ലാസ് മജ്‌ലിസുൽ ഇൽമ് ആരംഭിക്കുന്നുണ്ട്. അത് എല്ലാ ഞായറാഴ്ച ഉള്ളതല്ലേ, തുടർ പഠന ക്ലാസ്സല്ലേ, നാളെ മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷമാണ്. അപ്പോൾ ഈ വൈകുന്നേരം രാവിലെ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ആ ക്ലാസ് ഉപയോഗപ്പെടുത്താം. പരമാവധി ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കണം. ആ ഇൽമിൻ്റെ മജ്‌ലിസ് ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. മലക്കുകളെ പ്രാർത്ഥന കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ആ സദസ്സിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചതല്ലേ, വേറെ കാര്യം, ഞാൻ നമ്മളെ സഹോദരങ്ങൾ ആരൊക്കെയോ ഞാൻ ഉംറക്ക് പോകുന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ കൂടെ ഉംറക്ക് വരാനുള്ള ഒരാഗ്രഹം ആരൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതൊക്കെയോ ക്ലാസ്സിൽ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ ഉംറക്ക് പോകുമ്പോൾ പറയണം എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഒക്ടോബർ ആദ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു ഉംറ ഉദ്ദേശിക്കുന്നുണ്ട്, ഒക്ടോബർ ആദ്യത്തിൽ. അപ്പോൾ ആരെങ്കിലും കൂടെ പോരാൻ, അത് പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പോരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത ഒരു മാസമേ ഉള്ളൂ, ഞാനായിട്ട് ബന്ധപ്പെടുക ഇൻഷാ അല്ലാഹ്. ആ കാര്യം അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും സഹകരിക്കാനും സഹായിക്കാനും നമുക്ക് അല്ലാഹു അവസരം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.